സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സ്റ്റേജ് 2 ക്ലിയറൻസ് ലഭ്യമായി. ഇതോടെ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ അനുമതിയും ലഭിച്ചു. തുരങ്കം നിർമ്മാണത്തിനാവശ്യമായ പാറ പൊട്ടിക്കൽ അടുത്തയാഴ്ച ആരംഭിക്കുമെന്ന് ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. അതിവേഗം നിർമ്മാണം പുരോഗമിക്കുന്ന കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സ്റ്റേജ് 2 ക്ലിയറൻസ് ലഭ്യമായത്. ഇതോടെ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ അനുമതിയും ലഭിച്ചു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അന്തിമ ക്ലിയറൻസാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നതെന്ന് ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. തുരങ്കം നിർമ്മിക്കുന്നതിനായുള്ള പാറ പൊട്ടിക്കൽ അടുത്ത ആഴ്ച ആരംഭിക്കും. നിലവിൽ ആനക്കാമ്പയിൽ ഭാഗത്ത് സമീപന റോഡ് പ്രവൃത്തി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. മേപ്പാടി ഭാഗത്ത് പ്രവൃത്തി പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പാലം പ്രവൃത്തിയും പുരോഗമിക്കുന്നു. മാർച്ച് 3-ന് പാറ പൊട്ടിക്കൽ ആരംഭിക്കുന്നതോടെ തുരങ്ക നിർമ്മാണവും ആരംഭിക്കും. പദ്ധതി പ്രദേശത്ത് വൈദ്യുതി നേരത്തെ തന്നെ എത്തിയിരുന്നു. തുരങ്കമുഖത്തും പരിസരങ്ങളിലും പൈലിംഗ് നടത്തി മണ്ണിൻ്റെ ഘടന പരിശോധനയും പൂർത്തിയാക്കി. പാറ തുളയ്ക്കുന്നതിനുള്ള ഭീമൻ യന്ത്രം നേരത്തെ മേപ്പാടിയിലെത്തിയിരുന്നു. സാൻവിക് കമ്പനിയുടെ സർഫസ് ടോപ്പ് ഹാമർ ഡ്രിൽ റിഗർ എന്ന പേരുള്ള ഭീമൻ യന്ത്രമാണ് വയനാട്ടിലെത്തിയത്. തുരങ്കപാത നിർമ്മിക്കുമ്പോൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നതിന് കൃത്യമായി ദ്വാരങ്ങൾ ഉണ്ടാക്കുകയാണ് യന്ത്രങ്ങളുടെ ദൗത്യം. ഋഷികേശിൽ നിന്ന് റോഡ് മാർഗമാണ് യന്ത്രങ്ങൾ എത്തിയത്. തുരങ്കപാത യാഥാർത്ഥ്യമാവുന്നതോടെ മലബാറിൻ്റെ തന്നെ വികസന കുതിപ്പിനാവും നാഴിക കല്ലാവുക. കഴിഞ്ഞ ഓഗസ്റ്റ് 31-ന് ആനക്കാമ്പൊയിലിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. ആനക്കാമ്പൊയിലിൽ നിന്ന് കേവലം 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താനാവും. 4 വർഷം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ പറഞ്ഞു. ഏത് കാലാവസ്ഥയിലും സുഗമമായ യാത്രാമാർഗമെന്നതാണ് പാതയുടെ സവിശേഷത. താമരശ്ശേരി ചുരത്തിൻ്റെ ബദലായാണ് 4 വരി തുരങ്കപാത. ചുരത്തിലെ സങ്കീർണമായ ഗതാഗത പ്രശ്നത്തിന് വലിയ അളവിൽ ആശ്വാസമാവുന്നതാണ് തുരങ്കപാത. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി സമീപന പാത ഉൾപ്പെടെ 8.73 കിലോമീറ്റർ നീളമുള്ള 4 വരി തുരങ്കപാതയാണ് പദ്ധതി. വയനാട്ടിൽ മേപ്പാടി, കള്ളാടി, ചൂരൽമല റോഡുമായാണ് തുരങ്കപാത ബന്ധിപ്പിക്കുന്നത്. മറിപ്പുഴ, മുത്തപ്പമ്പുഴ, ആനക്കാമ്പൊയിൽ റോഡുമായാണ് കോഴിക്കോട് ജില്ലയിൽ ബന്ധിപ്പിക്കുന്നത്. തുരങ്കപാത ആരംഭിക്കുന്ന മറിപ്പുഴയിലേക്ക് മലയോര ഹൈവേയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം. കേരള പൊതുമരാമത്ത് വകുപ്പിനാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതല. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിൽ നിന്ന് ലഭ്യമാവുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. പദ്ധതിയുടെ നിർമ്മാണത്തിനുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ്. തുരങ്കപാതയുടെ നിർമ്മാണ കരാർ ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽഡ്കോൺ കമ്പനിക്കും മറിപ്പുഴയിൽ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന 4 വരി ആർച്ച് സ്റ്റീൽ പാലത്തിൻ്റെ കരാർ പുനിയ കൺസ്ട്രക്ഷൻ കമ്പനിക്കുമാണ്. 2134 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.